ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാരുടെ കാരുണ്യത്തിന് കേരള മനസാക്ഷി ഒന്നടങ്കം കൈയടിച്ച ദിവസമാണ് ഇന്നലെ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിലൊക്കെ ഇതുപോലത്തെ ഒരു ജഡ്ജ്മെൻറ്റ് കോപ്പി. ഒരുപാട് മലയാളികൾക്ക് സംശയം ഉണ്ടായിരുന്നു ഈ അറബിക് ലെറ്ററിൽ എന്താണ് എഴുതിയിട്ടുള്ളത്, യമനിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് സന്ദേശമാണ് വന്നത് എന്നുള്ളത്. ഏതായാലും അത് പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒട്ടനവധി നിയമ വിദ്യാർത്ഥികളാണ് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അതിൽ നമ്മുടെ യാബ് ലീഗൽ സർവീസിൽ തന്നെ 25ഓളം ആളുകളുണ്ട്. അതിലേറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് ഷൗക്കത്ത് സഖാഫി. അപ്പോൾ എന്താണ് ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വിവരിക്കാമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ അദിൽ അസാസുൽ ഹുക്കം. ഇത് യമൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷന്റെ 14/7/2025 ഇറങ്ങിയ ഉത്തരവാണ്. ഈ ഉത്തരവിൽ പറയുന്നത് 68/2018 എന്ന കേസ് നമ്പറിൽ ശിക്ഷിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധേയമാകപ്പെട്ട നിമിഷപ്രിയ ടോമി തോമസ് എന്ന ആളുടെ വധശിക്ഷ 16/7/2025 തീയതി നടപ്പിലാക്കേണ്ടതായിരുന്നു. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി അറിയിക്കുന്നു എന്ന ഉത്തരവാണ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഫേസ്ബുക്കിലൂടെ ഇന്ത്യ ലോകം മുഴുവൻ കണ്ടിട്ടുള്ളത്. ഈ നിമിഷപ്രിയയുടെ കേസിൽ ശരിക്കും പറഞ്ഞാൽ കേരള മനസാക്ഷി ഒന്നടങ്കം കൈയടിച്ചൊരു ദിവസമാണ്. അതൊക്കെ ശരിയാണെങ്കിൽ കൂടെ ഈ കേസിൻ്റെ ഭാവി എന്താവും? കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് മരണപ്പെട്ട ആളുടെ സഹോദരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇനി അടുത്ത നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഈ കേസിൽ സുൽത്താൻ ഉലമ ഇടപെടുകയും ആ ഇടപെടലിൻ്റെ ഫലമായി ഒരു നല്ലൊരു ഡിസിഷൻ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കേരളീയ ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ഒന്നടങ്കം നമ്മുടെ ഒരു സഹോദരിയുടെ ജീവിതം തിരിച്ചു വരുന്നതിലേക്ക് എല്ലാവരും സന്തോഷിച്ചുള്ള കാര്യം. വധത്തിന് പകരം കൊല്ലുക എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ ശിക്ഷാ നടപടികൾ. പക്ഷേ അവിടെ ദിയാദനം എന്ന ആ ഓപ്ഷനിലേക്ക് നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ കൊണ്ടുപോയപ്പോൾ അവരതിന് റെഡിയാവുകയോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഏതായാലും ഇത്തരത്തിലൊരു ഡിസിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി മലയാളികളെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും പറഞ്ഞതുപോലെ നാടൊട്ടാകെ ഏറ്റെടുത്തതുപോലെ ആ കുടുംബത്തെയും കൂടി കൺവീൻ ചെയ്യിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിയായ നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള വഴികൾ ആലോചിക്കണം. അല്ലാതെ ആ സഹോദരൻ്റെ ഫേസ്ബുക്കിലേക്ക് പോയി നമ്മളിവിടെ ഇങ്ങനെ ആർമാദിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് സന്തോഷിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും കമൻറ്റുകളും കൊണ്ടുപോയി മറ്റുള്ളവരുടെ പോസ്റ്റുകൾക്ക് താഴെ പോസ്റ്റുമ്പോൾ അതവർക്ക് ഒരുപക്ഷെ ഈ പ്രതികാര ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അതെപ്പോഴും നമ്മുടെ ബുഖാരി ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇർഹമു മംഫിൽ അർളി യർഹമുക്കും മംഫിസമ. പല വേദികളിലും ഉസ്താദ് പറയുന്നതാണ്, നിങ്ങൾ ഭൂമിയുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന ആ ഒരു തിരുവചനത്തിൻ്റെ പേരിൽ നയതന്ത്ര ബന്ധങ്ങൾക്കോ കഴിയാത്തൊരിടത്ത് വ്യക്തിബന്ധത്തിൻ്റെ ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാട്ടിക്കൊണ്ട് ഉസ്താദിനെ സാധിച്ചെടുത്തു. സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് സന്തോഷത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കേട്ടല്ലോ, ഓരോ മലയാളിക്കും ഇനിയും ഏറെ ചെയ്യാനുണ്ട്. ഒരു കാരണവശാലും ആ സഹോദരൻ്റെ ഫേസ്ബുക്ക് വാളിനടിയിൽ പോയിട്ട് ചീത്ത വിളിക്കാനോ അദ്ദേഹത്തിൻ്റെ ഈ കേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വക്കീലിൻ്റെ പോസ്റ്റിനടിയിൽ പോയിട്ട് ചീത്ത വിളിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ആ സഹോദരിയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഇടപെടലുകൾ നടത്തിയ കാന്തപുരം ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ നാഥ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു കേസിന് വേണ്ടി നമുക്കൊക്കെ മലയാളിക്കൊന്നടങ്കം കൂടെ നിൽക്കാം.